വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടല്ലോ വന്നേക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരെന്തുവാ? മൈൻക്രാഫ്റ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ നോക്കൂ, ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റിങ്സൊക്കെ ഓപ്പൺ ആക്കി വെച്ച് ഇനി നമ്മളെ വേൾഡിൻ്റെ ഒരു നെയിം കൊടുക്കാൻ പറഞ്ഞു. അവാ ഇതെന്ത് വരാത്തത്? ഇത് ഗ്ലിച്ചായിരുന്നു തോന്നുന്നത്. ഇതെന്ന് തോന്നുന്നു സർവൈവലും ക്രിയേറ്റിവിറ്റി ഒന്നും അറിയാത്തടത്തേക്കാനും കുത്തി അവസാനം ചെറുക്കന്മാർ വരും മറ്റേ. അതുകൊണ്ട് ഇതെന്തോന്ന് ജോയ്സ്റ്റിക്ക്. ഓക്കെ ഓക്കെ യാ ഗൈസ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വേൾഡ്. ദൈവം, എന്തൊക്കെയോ സാധനങ്ങൾ കൊടുക്കണ്ടേന്ന് അറിഞ്ഞ് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഗൈസ്? അത് പേരടിയാൻ പോലും പറ്റില്ല. യഹൂ 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 യഹൂ. ഇതെന്താ വരാത്തത്? അയ്യോ, എൻ്റെ ഫേസ് ഞാൻ മറച്ചു, സോറി. ഓക്കെ, എടാ നമുക്കെന്നാലും ഗെയിം എടുത്തിട്ട് ഈസി ആക്കിയിട്ട് പീസ്ഫുള്ളാക്കി. ഇതെന്താ എടുക്കാൻ പറ്റാത്തത്? ക്രിയേറ്റീവ് വേണ്ട, സർവൈവൽ തന്നെ എടുക്കട്ടെ. എന്തോന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഡീഫോൾട്ടാ. എന്തോ ഗൈസ്, ബോൺസ് ചെസ്റ്റ് ഗൈസ്. എനിക്ക് ആകെ അറിയാന്നുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിലെങ്ങനെ ഇതാക്കുന്നത്? റിസോഴ്സ് ആക്സെപ്റ്റിങ്. ആക്റ്റീവ്. ഞാൻ എൻ്റെ ഗെയിം സെറ്റിങ്സ് ഒന്ന് നോക്കട്ടെ. നോട്ടിഫിക്കേഷനൊക്കെ ബ്ലോക്ക് ചെയ്ത്. ഓക്കെ, ഞാൻ ബാക്കിൽ എന്തോന്ന്? ഞാനിതെവിടെ? എൻ്റെ വീടായത് ഗൈസ്. എൻ്റെ കയ്യിൽ എന്തൊക്കെയോ സാധനം ഇരിക്കുന്നത്. ബെഡാ? ദൈവമേ, ഇതെന്തോന്ന്? ടോർച്ച്, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഷീപ്പ്. ഈ സംഭവം മരം വെട്ടണ്ടേ? മരം വെട്ടിയിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്തോന്ന്? നമുക്ക് കൂടുതൽ മരം എടുക്കാം. എൻ്റെ താഴെ യാഹൂ, നമ്മൾ താഴെ മണ്ട കയറി ഇരുന്നിട്ടൊക്കെ നമ്മൾ മരം എടുത്തിട്ട് യാഹൂ. ഇതെന്തോന്ന്? ക്രോപ്പാണെന്നാ തോന്നുന്നത്. ഇത് പൊട്ടിച്ചാൽ വെള്ളമല്ല ഇറങ്ങി വരുന്നത്. അയ്യോ, വെള്ളം. ദൈവമേ, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് അടയ്ക്കാം. ദൈവമേ. ഇനി നമ്മൾ നേരെ ഇനിയും ഫ്രണ്ടിൽ കയറിയിട്ട് പോകണം. എൻ്റെ വൈഫൈയോ എൻ്റെ സെറ്റിങ്സ് എന്തോ പറ്റി ഗൈസ്. അതാണ് എനിക്ക് നേരെ കളിക്കുന്നത് കാണാൻ പറ്റാത്തത്. ഞാൻ ഇരുന്ന് ഈ മരമൊക്കെ വെട്ടിയിട്ട് വരാൻ ഇത് കുറേ നേരം എടുക്കും ഗൈസ്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് കാണും കേട്ടോ. കാരണം ഗെയിമിങ് വീഡിയോസിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. യഹോ, ഞാനിത് എന്തൊക്കെയോ ചെയ്യുന്നു ഗൈസ്. ഞാനൊരു വലിയ ആളാകും. ഇതാ മൈൻക്രാഫ്റ്റിൽ ഞാൻ ഒരു കിടുക്കാച്ചിയാണോ ഞാൻ മിക്കവാറും. ഈ പോക്ക് വേണമെങ്കിൽ ഒന്നും ആവൂല ഗൈസ്. ഇതാ
ഞാൻ ഇവിടുത്തെ ഉള്ള എല്ലാ ടോർച്ചും എടുത്തോണ്ട്. ടോർച്ച് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെയായാലും എടുത്തോണ്ട് പോകും. എന്നിട്ട് ഓടിക്കണം ഇപ്പുറത്തോട്ട്. ഞാൻ ഓടി 16 ഉണ്ടായി. ദൈവമേ, ഇത്രയും മതിയാവോ എന്തോ. എനിക്ക് എന്തായാലും ഒന്ന് പൊളിക്കാം. ഇതൊക്കെ പൊളിച്ചിട്ട് നമുക്ക് പോകാം. എൻ്റെ അടുത്താണ് കളി. എൻ്റെ ദൈവമേ, എന്നാ ഫുഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്തോ അത്. കുറേ നേരം എടുക്കും കേസ് ഇത്. ഞാൻ ഇത് കൂടെ ഒന്ന് കയറി പൊട്ടിച്ചിട്ട് വരാം കേസ്. ഓക്കെ, ഇത്രയും മതി നമുക്ക്. ഇനി ഇത് ഇത്രയാണ് നോക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റൂല. ഇല്ല, അതിന് ഈ ഇത് എന്തോന്നാണ്. ഇതുണ്ടാക്കിയോ. അടുത്ത്. ഓക്കെ, ഇതാ. ഓക്കെ. ദൈവമേ, നമുക്ക് ഏതെങ്കിലും ഒരു ചെസ്റ്റ് എടുത്തോണ്ട് വരണം. എനിക്ക് പറയും പോലെ ഇതെന്തോന്ന് സ്റ്റിക്കാ. ഓക്കെ, ഇത്രയും സ്റ്റിക്ക് മതി. ഇനി ഇതൊക്കെ എന്തോന്നു. അതല്ല, അയ്യോ, ഇതെൻ്റെ ഗെയിമിംഗ് സിസ്റ്റം. ഞാൻ ഇത് ഇവിടെ കേട്ട് എൻ്റെ ഗെയിമിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഞാൻ അടിച്ച് പൊളിഞ്ഞേ ചിലപ്പം. എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂലേ. അയ്യോ, അത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കൊണ്ടുപോയി. ഇത് പിന്നെ എനിക്ക് ദൈവമേ, ഇത് ലെഗിൻസ്. ഞാൻ ലെഗിൻസൊക്കെ എടുത്തിട്ട് സെറ്റ്. എന്താ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കരുതി. ദൈവമേ, വാളാ, പിക്കാക്സ്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഷവലിരിക്കട്ടെ ഒരു ഭംഗി. ഇത്രയും മതി. പിന്നെ ആക്സ് ഉണ്ടാക്കാമല്ലേ. ഓക്കെ, ആക്സ് അത്രയും മതി എനിക്ക്. ഇതെന്തെന്ന് എനിക്ക് നമ്മുടെ ചെസ്റ്റിൽ. അയ്യോ, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് ഇവിടെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇപ്പുറത്തോട്ട് അടിക്കാം. വേണ്ട, ഇത് ഇപ്പുറത്തോട്ട് അടിക്കാം. ഇതൊന്നും നമുക്ക് ഇവിടോട്ട് വയ്ക്കാൻ പറ്റുമോ. ഇല്ല, ഞാൻ കുറേ പ്രതീക്ഷിച്ച്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ. 2 ചെസ്റ്റ് ഉണ്ടാക്കാം, കൈ വയ്ക്കാം. അയ്യോ, രാത്രിയാകാറായി. ഇപ്പോൾ എങ്ങാനും പൊക്കോ കളയാം. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. അതെങ്കിലും വീട്ടി ഡ്യൂറിങ് നമുക്ക് റീസ്പോൺ ആകുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് റീസ്പോൺ ആവുക. വെള്ള കുതിരയൊക്കെ ഉണ്ട് അതിൽ. ഇത് നമ്മൾ കുതിരയുടെ പുറത്തൊക്കെ കയറിക്കാം. നമ്മൾ സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്സ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നന്നായിട്ട് കിടന്നുറങ്ങിയിരിക്കുന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഇത് വെട്ടാൻ പറ്റുമോ, വെട്ടിപ്പൊളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് സ്റ്റോണാണെന്ന്. ന്യൂ റെസിപ്പി, ന്യൂ റെസിപ്പി ആണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓക്കെ, ന്യൂ റെസിപ്പിയൊക്കെ വന്നു. ഞാൻ ഇത് വെച്ചാൽ എല്ലാം അടിച്ച് പൊട്ടിക്കുക. നമുക്ക് ഒരു വീടുണ്ടാക്കിയല്ലേ. എനിക്ക് വന്നേ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു അകത്തോട്ടുള്ളൊരു വീട്. അതെങ്ങനെ ഉണ്ടായിരിക്കും. ഇവിടെ ആയിട്ട് അവിടെ ആയിരുന്നു നമുക്കൊരു വീടുണ്ടാക്കിയില്ല. വെട്ടിപ്പൊളിക്കാം. പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. വെട്ടിപ്പൊളിക്കാം എന്തായാലും. ഓക്കെ, ഇത് നമ്മൾ കുറേ ഐറ്റംസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയാണ്. ഇനി മണ്ടയിൽ വരെ
അങ്ങനെയുള്ളത് പൊട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെയൊക്കെ ഹെൽത്ത് ഉണ്ടോ ഗൈസ്? അതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഹെൽത്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിയിട്ട് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പണിയൊക്കെ തീർത്ത് ഇടയ്ക്കണം വാങ്ങണം. എനിക്ക് 2 ചെസ്റ്റൊക്കെ വാങ്ങി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പൊട്ട്. ഓക്കെ, ഇവിടെ ഉള്ള റിസോഴ്സസ് ഒക്കെ എടുത്ത് അങ്ങോട്ട്. ഓക്കെ, ഇതും പൊട്ടിച്ച്. ഓക്കെ, ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ആക്കി. അടുത്തൊരു അകത്തോട്ടുള്ള കുറച്ച് ലെയറൊക്കെ അടിച്ച്. അയ്യോ, എൻ്റെ പിക്കാക്സ് കോടാലിയില്ലേ ഇത്? കോടാലി ഇപ്പം പോവും. അങ്ങെത്തത്തില്ലേ? ഓക്കെ, ശരി, അതൊക്കെ നമ്മൾ എത്തിക്കാം. ഇതൊക്കെ എന്ത് ആദ്യം കളി. നമ്മളിതെല്ലാം വെട്ടിപ്പൊളിക്കുക അങ്ങോട്ട്. നമുക്കിപ്പോൾ എത്ര ഇത് കിട്ടിയെന്ന് നോക്കട്ടെ. 4 അങ്ങോട്ട്. എൻ്റെ ദൈവമേ, നമ്മളെ ഇൻവെൻ്ററി ഇത്രയും കാലം ഉണ്ടായിരുന്നാ എങ്കിലേ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചേ, അങ്ങോട്ട് വെച്ചേ. ക്രാഫ്റ്റിംഗ് ടേബിളില്ലേ? ദൈവമേ, നമുക്ക് ഇതല്ല, ഇത് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റി. സ്റ്റോണിൻ്റെ സ്വാഡും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് വീണ്ടും പോവുകയാണ് ഗൈസ്. നമ്മൾ വീണ്ടും പോവുകയാണ് ഗൈസ്. അടുത്തും എന്തും നമ്മൾ പോകുന്നു. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഓടിക്കാം, ഇല്ലെങ്കിൽ പണി പാളും. ഓക്കെ, അതിനകത്തിച്ചിട്ട്. ഓക്കെ, ഇനി മണ്ടയിലോട്ടും പൊട്ടിക്കാം നമുക്ക്. പൊട്ടിയിട്ട് എൻ്റെ മോനെ എന്നെ സ്പീഡിലാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി അയണും ഡയമണ്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്നായിരിക്കും കല്ലൊക്കെ പൊട്ടിക്കുന്നത്. നമ്മൾ റിസോഴ്സസൊക്കെ എടുത്ത് ഇവിടെ നമുക്ക് 1 വർഷത്തേക്കുള്ള കല്ലായല്ലേ. ഇനി കല്ലൊന്നും ഉണ്ടാക്കണ്ട. എന്തോ ദൈവമേ, നമുക്ക് മറ്റേ കേസ് നോക്ക്. പതുക്കെയാ, പക്ഷെ നല്ല ചൂടുമുണ്ട്. ഇതെന്തോ സ്റ്റോണാണോ എന്തോ, സാധാ സ്റ്റോണാണോ അതോ വേറെ എന്തോ ടൈപ്പിലുള്ളൊരു സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ നമ്മളെല്ലാവരും ഒരു ദിവസം. ഞാൻ ഒരു ഇതിൽ കണ്ടായിരുന്നു. അയ്യോ, നമ്മൾ പൊട്ടിച്ചെന്തോ സാധനം ഇത് പൊട്ടിച്ച്. ഇതെന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് വെച്ച് പിടിക്കാം. ഇതെന്തോന്ന്? ഓക്കെ, അയ്യോ, ഇതൊക്കെ എന്തോ സാധനമാണോ എന്തോ, വെച്ചിട്ട് വലിയ ഉപയോഗമാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. ഓക്കെ, നിൽക്കേ. ഞങ്ങളെ വീടിപ്പോൾ കുളമാവുമല്ലോ. വീട് മിക്കവാറും ഇപ്പോൾ കുളമാവുമല്ലോ. എന്തോന്ന് സാധനമാണെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മൾ മൈൻ ചെയ്ത് ഇന്ന് ഉള്ളിലോട്ട് പോയി. ഓക്കെ, 2-3 കല്ലൊക്കെ എടുത്ത് ഇവിടെ വെച്ച് ഈ ഷവ്വിൽ മാറ്റി. ഓക്കെ, ഇവിടെ
ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തട്ടാ. ഇച്ചിരി ലെങ്ത് ആയെന്നാണ് തോന്നുന്നത്. 15 മിനിറ്റായി. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, പീസ് ഔട്ട്.